ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈൻ ഹന്ന. കഴിഞ്ഞ സൺഡേ പോസ്റ്റ് ചെയ്ത പാർട്ട് 1 എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. പാർട്ട് 2ന്റെ വിഷയം പോസ്റ്റ് ബ്രൈഡൽ ഹെന്ന കെയർ ഫോർ ലോങ് ലാസ്റ്റിംഗ് സ്റ്റെയിൻ എന്നാണ്. എപ്പോഴും ഹെന്ന കോൺസ് വാങ്ങിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ സ്റ്റെയിൻ എത്ര ദിവസം കയ്യിൽ ലാസ്റ്റ് ചെയ്യുന്നുള്ളത്. ശരിക്കും അത് ഓരോ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ ആഫ്റ്റർ കെയർ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫേഡായി പോകുന്നത് ഒരു പരിധി വരെ കൺട്രോൾ ആക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ആഫ്റ്റർ കെയർസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത്. നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ബ്രൈഡ്സ് ടു ബി ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ, യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ബ്രൈഡിന് മെഹന്തി ഇട്ടതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 10 to 15 ക്ലോ ബഡ്സ് എടുത്തിട്ട് ഒരു പാനിലിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അതിന്റെ സ്മോക്ക് വരുന്ന സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം മെഹന്തി ഇങ്ങനെ ഈ സ്മോക്കിൽ കാണിച്ചു കൊടുക്കണം. കൈ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. 100% റിസൾട്ട് കിട്ടുന്ന ഒരു ആഫ്റ്റർ കെയർ ആണിത്. ഇനി അടുത്തതായിട്ട് മെഹന്തി ഡിസൈൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി ഉറപ്പുവരുത്തുക. എന്നിട്ട് മൈൻ ഹെന്നന്റെ സീലൻ സ്പ്രേ അത് ജസ്റ്റ് ഒന്ന് കൈ മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് ലെമൺ ഷുഗർ സിറപ്പാണ്. അത് നമ്മൾ ബ്രൈഡ്സിന് കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിൽസിൽ ചെയ്യുന്നത്. ഈ ഒരു സ്പ്രേ യൂസ് ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ മെഹന്തി പിന്നെ കയ്യിൽ നിന്ന് ഇളകി പോവുകയോ ചെയ്യില്ല, നല്ലോണം സ്റ്റിക്കായിട്ട് നിൽക്കും. അന്നേരം എത്ര നേരമാണോ നമ്മൾ കയ്യിൽ മൈലാഞ്ചി വെക്കുന്നത് അത്രയും അത് അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ മൈലാഞ്ചിന്റെ കളർ കൂടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ബ്രൈഡ്സിനോടും കൂടിയിട്ടാണ്, ഏതൊരു ഓർഗാനിക് ഓൺ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എസ്പെഷ്യലി മൈൻ ഹെന്ന 8 to 10 hours മിനിമം കയ്യിൽ വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന റിസൾട്ട് എല്ലാം കിട്ടുള്ളൂ. കഴിയുന്നതും ഓവർനൈറ്റ് മെഹന്തി അപ്ലൈ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കാണിക്കുന്ന ആഫ്റ്റർ കെയർസ് എല്ലാം സ്പെഷ്യലായിട്ട് ബ്രൈഡ്സിന് മാത്രമുള്ളതാണ്. അല്ലാണ്ട് നോർമലായിട്ട് ഇടുന്ന ആൾക്കാർക്കൊന്നും ഇത് അത്ര നിർബന്ധമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ വെറും മെഹന്തി ഇട്ടാൽ തന്നെ നല്ല കളർ വരും. പക്ഷെങ്കിൽ ബ്രൈഡ്സിന് അങ്ങനെയല്ല, കുറച്ചും കൂടിയും നമുക്ക് റിച്ച് ആയിട്ട് കളർ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആഫ്റ്റർ കെയർസ് എല്ലാം ചെയ്യാൻ പറയുന്നത്. ഇത് ഞാൻ രാത്രി ഇട്ടിട്ട് രാവിലെ റിമൂവ് ആക്കാൻ പോകുന്ന മൈലാഞ്ചിയാണ്. ടൈമിംഗ് എല്ലാം ഞാൻ പാർട്ട് 1 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മൈലാഞ്ചി ഒരിക്കലും വെള്ളം കൊണ്ട് റിമൂവ് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ ഇവിടെ എടുക്കുന്നത് മൈൻ ഹെന്നന്റെ ആഫ്റ്റർ കെയർ ഓയിലാണ്. ഈ ഒരു ഓയിൽ ഡ്രൈ ആയിട്ടുള്ള മൈലാഞ്ചിന്റെ മേലെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏകദേശം 5 മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കുക. ഇനി മൈലാഞ്ചി റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് ഒരു റോൾ ഓൺ ബോട്ടിലാണ് വരുന്നത്. ശരിക്കും ഈ ഓയിലിന് നമുക്ക് സ്റ്റെയിൻ ബൂസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ബ്രൈഡ്സ് ഫസ്റ്റ് കുറച്ച് അവേഴ്സ് വെള്ളം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ 100% നമുക്ക് റിസൾട്ട് കിട്ടും. ഈ ഓയിൽ മെഹന്തി റിമൂവ് ചെയ്ത ദിവസം തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തന്ന 3 ആഫ്റ്റർ കെയർസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നെക്സ്റ്റ് 7 days എനിക്ക് കിട്ടിയ മെഹന്തി സ്റ്റെയിൻ ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കണം. എന്താന്ന് വെച്ചാൽ ഓരോ ദിവസത്തെ സ്റ്റെയിനും ഞാൻ കാണിക്കുന്നുണ്ട്. ഓരോ ദിവസം കിട്ടുന്ന സ്റ്റെയിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്ര ദിവസം ഈ സ്റ്റെയിന് ലാസ്റ്റ് ചെയ്തെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര ദിവസം കൊണ്ട് മെഹന്തി ഫെയ്ഡായി പോകുന്നുണ്ട് എന്നെല്ലാം ഈ വീഡിയോ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. മൈൻ ഹെന്നന്റെ ബ്രൈഡൽ പാക്കേജ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ഹെന്ന കോൺസ്, സ്പ്രേ, ഓയിൽ ഇതൊക്കെയാണ് വരുന്നത്. ബ്രൈഡ്സിന് കസ്റ്റമൈസ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബ്രൈഡ്സ് ടു ബിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോല്ല. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സൺഡേ 2 മണിക്ക് കാണാം. ബൈ ബൈ.